നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് വന്ന കേട്ടോ. അപ്പോൾ കോരത്തോട്ട് വരുമ്പോൾ നമ്മൾ കോരത്തോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആണ് നമ്മുടെ മെയിൻ അമ്പലമാണ് കോരത്തോട്ടിലെ. പിന്നെ ചന്നപ്ലാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അപ്പം രണ്ടിടത്തും പോയി. ഇത് ഇപ്പം നമ്മൾ കോരത്തോട് അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് വന്നേക്കുന്നത്. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണത്തിൻ്റെ അടുത്തോട്ട് പോകാം അല്ലേ. ഇത് നമ്മുടെ കോരത്തോട്ടിലെ CKM ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് ഒത്തിരി ആളുകൾ, നമ്മുടെ കുട്ടികളെല്ലാം സ്പോർട്സിൽ ഓടി പല പല ജോലികളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ഈ സ്കൂളിൽ തന്നെയാണ് നമ്മൾ പഠിച്ചത്, ഞാൻ പഠിച്ചത്, കൊച്ചു പഠിച്ചത്, പിന്നെ അതുപോലെ തന്നെ പെങ്ങൾ പഠിച്ചത്. ഒത്തിരി നമ്മുടെ അതുപോലെ കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. 16 വർഷം ഓവറോൾ ചാമ്പ്യൻഷിപ്പായിരുന്നു സ്പോർട്സിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പിന്നെ വീണ്ടും ആയി വരുന്നുണ്ട്. തോമസ് മാഷിൻ്റെ ശിക്ഷണത്തിലായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കോരത്തോടിൻ്റെ ഒരു ടൗണും ഇതെല്ലാം വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കോരത്തോടെന്ന് പറയുന്നത്. ഏത് സ്ഥലത്തുനിന്ന് ഏത് സൈഡിൽ നിന്ന് വന്നാലും വനത്തിൽ കൂടെ അല്ലാതെ കോരത്തോടിന് വരാൻ പറ്റത്തില്ല. അല്ല ഇവിടുത്തെ സാറിനല്ലേ സ്പോർട്സിന്റെ എന്തോ ഇതൊക്കെ ദ്രോണാചാര്യ അവാർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള സാറിന് ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കോരത്തോടിനെ കുറിച്ച് പറയുവാണ്. അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് സ്കൂളാണ്. ഇവിടുന്ന് കുറെ പേര് പഠിച്ചിട്ട് സ്പോർട്സിന്റെ പല മേഖലയിലൊക്കെ ഒത്തിരി പേര്. നമ്മളെ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ കണ്ടങ്കയം വരെ പോകാവേ. ഈ കണ്ടങ്കയത്ത് ഓരോ പ്രാവശ്യം വരുമ്പോഴും കണ്ടങ്കയം പോയിട്ടേ പോകത്തുള്ളൂ. കുഞ്ഞിക്കാണെങ്കിൽ കണ്ടങ്കയം കാണാതിരിക്കാനേ വയ്യ. എല്ലാ സമയങ്ങളിലും നമുക്ക് പോകണം. ഇന്ന് ചാടാൻ പറ്റത്തില്ലല്ലോ. അതിനാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കുളിയെല്ലാം കഴിഞ്ഞ, എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് പോകാലോ അല്ലേ. ഞാൻ കാപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാപ്പി എല്ലാവർക്കും പൊറോട്ടയും മുട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. കാപ്പി കുടിക്കാം നമുക്ക്. കണ്ടക്കയത്ത് പോയിരുന്നു കാപ്പി കുടിച്ചിട്ടങ്ങ് അല്ല. പൊതിച്ചോറായിരുന്നു നല്ലത്. ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, വെയില. ഇവിടെ കാണാനിരിക്കാം, ഭയങ്കര വെയിലാ. നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. എന്നാ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നമ്മൾ ഗ്രില്ല് ചെയ്തില്ലേ, അവിടെ പോയിരുന്ന് കഴിച്ചേക്കാം. എന്നാ നമുക്ക് എന്നാ കാപ്പി കുടിച്ചേക്കാം അല്ലേ. കാപ്പി കുടിച്ചിട്ട് പോകാം. പൊറോട്ടയും മുട്ടയും വേണേ വാങ്ങി അവിടെ പോയിരുന്നു കഴിച്ചാലോ. ആറിന്റെ അവിടെ വേണ്ട, ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ചുമ്മാ നടന്നിട്ടങ്ങ് പോകാം പോരെ. എങ്ങനെയുണ്ട് നമ്മുടെ കണ്ടങ്കയത്തിന്റെ വ്യൂ? എങ്ങനെയുണ്ട്? ഇവിടുന്നുള്ള വ്യൂ ആണ് അല്ലേ. നല്ല അടിപൊളിയാ അല്ലേ, സൂപ്പർ അല്ലേ. നമ്മുടെ രാവിലത്തെ കാപ്പി പൊറോട്ടയും മുട്ടയും. ഇത് നമ്മുടെ കണ്ടങ്കയത്തിന്റെ ഒരു വ്യൂ ആകട്ടോ. ഇത് അഴുതയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീരുമേട് നിന്നാണ് കേട്ടോ. പീരുമേട് നിന്ന് ഉത്ഭവിച്ച് ശരിക്കും ഈ ശബരിമല വനത്തിനകത്തൂടെ തന്നെ ഒഴുകി വന്ന് നാട്ടിൽ വന്ന് കയറുന്ന സ്ഥലമാണ് കണ്ടങ്കയം എന്ന് പറയുന്നത്. യാതൊരുവിധ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലിയർ വെള്ളമാണ്. ഇവിടെയൊക്കെ ഭയങ്കര കയമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 ആള് താഴ്ച ഉണ്ടായിരുന്നു. അതെ, ഇതിൽ വരാൻ തന്നെ പേടിയായിരുന്നു. അതെ, ഇപ്പം മണല് നിറഞ്ഞു പോയി. ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ മണല് വാരിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം വാരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വെള്ളപ്പൊക്കോ, മണല് വാരാത്തതുകൊണ്ട് വെള്ളം കയറി ഒഴുകുക. കയ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ മഴ സമയത്ത് രണ്ടുപേര് കര മുറ്റി വെള്ളം കിടക്കും. അങ്ങനെ നമ്മള് മുണ്ടക്കയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചോറ്റി അമ്പലത്തിലോട്ട് നമ്മള് പിന്നെ കല്യാണം കൂടാനായിട്ട്. അപ്പം ഇത് നമ്മളെ തേങ്കൂപ്പാണ്. ഏത് വഴിയെ വന്നാലും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വനത്തിൽ കൂടെ അല്ലാതെ കോരത്തോട്ടിലോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ ഈ നമ്മളെയൊക്കെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഒരു വന്യമൃഗശല്യം ഉള്ളതായിട്ടെ. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഈ കാട്ടുപോത്തും എല്ലാം ഉണ്ട്. എല്ലാം ഈ മതമ്പ, ചെന്നാപ്പാറ ആ ഭാഗത്തു നിന്നൊക്കെ വനത്തിൽ നിന്ന് ഇറങ്ങി ഇതിലെ വരുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ വനം വേണമെന്നൊന്നുമില്ല. ഇപ്പൊ വന്യമൃഗം ഉണ്ടാകും കേട്ടോ. ടൗണിൽ കൂടെ ഉണ്ടല്ലോ ഇപ്പൊ. അങ്ങനെ നമ്മള് ചോറ്റി മഹാദേവ ക്ഷേത്രത്തിൽ എത്തി കേട്ടോ. ഈ ചോറ്റി ക്ഷേത്രം എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ? മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്ക്. മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കാണ് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ കുഞ്ഞി. കൊറേ ബസ് കിടപ്പുണ്ട്. കണ്ടോ, അതെല്ലാം വരന്റെയും മധുവിന്റെ ആൾക്കാർ വന്ന വണ്ടികളാണ് കിടക്കുന്നത്. കുഞ്ഞി ആദ്യം വരുമ്പോഴേ വണ്ടികളാണല്ലോ നോക്കുന്നത്. ഇഷ്ടപ്പെട്ട ബസ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലേ? അത് കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക റോഡിന്റെ സൈഡിലാണ്. കേക്ക റോഡിൽ നിന്ന് ഒരു ശകലം അകത്തോട്ട് കയറിയാൽ മതി. നല്ല അടിപൊളി അമ്പലമാണ്. മഹാദേവ ക്ഷേത്രങ്ങളെല്ലാം അല്ലെങ്കിലും വലിയ അമ്പലങ്ങളായിരിക്കും. അതെ, അതുപോലെ തന്നെ എൻ്റെ ഓഡിറ്റോറിയത്തിലൊക്കെ കുറേ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ട്. നല്ല സൗകര്യമാണ് ഓഡിറ്റോറിയം ഒക്കെ എന്ന് പറഞ്ഞാൽ. ഒരു 3
നിലകളിലായിട്ട് ഏറ്റവും അടിയിൽ സദ്യ, ആ. രണ്ടാമത്തെ നിലയിൽ കല്യാണം, പിന്നെ ബാൽക്കണിയിൽ നിന്നൊക്കെ കാണാം. അതൊരു നല്ല കാര്യമാ. അത് ഇത് ആൾക്കാർക്ക് നല്ല വിഷ്വൽ കിട്ടും. എല്ലാമായിട്ടേ ബന്ധമൊന്നുമില്ല, ഒന്നും ഒന്നിനെ ബാധിക്കത്തില്ല, അതെ അതെ. മൂന്നിടത്തായതുകൊണ്ട്. പിന്നെ ഇതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. റബ്ബർ തോട്ടം, മറ്റേ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ തോട്ടം. അതെ അതെ, നമ്മുടെ അവിടെ മൊത്തം ഏലത്തോട്ടമല്ലേ ആ, ഹൈ റേഞ്ചിലോട്ട് വരുമ്പോൾ. ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്, അതെ ചുറ്റിനും റബ്ബർ തോട്ടവും പിന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട് ഒത്തിരി. അതെ അതെ. ഇതിന്റെ നടുക്ക് അമ്പലം നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. അതെ അതെ. നല്ല അടിപൊളി വ്യൂ ആ. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായി. ചോറ്റിയമ്പലത്തിലെ കാവടി ഘോഷയാത്രയ്ക്ക് വരണമെന്ന് എപ്പോഴും എന്നോട് പറയാം. അതെ അതെ. കാവടി ഘോഷയാത്രയ്ക്ക് വന്നില്ലേലും ഘോഷയാത്രയ്ക്കുള്ള കാവടി കാണാൻ കാവടി പറ്റും. കണ്ടല്ലോ അതെ എന്നല്ലേ. അതെ. ഇന്നലെയും കൂടെ കോരിത്തോട്ടി വെച്ച് കണ്ട കൂട്ടുകാരല്ലേ അമ്മേ. അതെ, കൂട്ടുകാരെ കണ്ടപ്പോ അച്ചായന്റെ സന്തോഷം കണ്ടോ? അതെ, എല്ലാവരും കൂടെ കൂടി നിൽപ്പുണ്ട്. കുറെ നാള് കൂടിയല്ലേ എല്ലാരും കാണുന്നത്, വർത്താനം പറഞ്ഞ് തീരുവല്ല. ഏറ്റുമാനൂരിന്ന് രാജേഷും കുഞ്ഞിക്കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഫോട്ടോഷൂട്ട് നടത്തുന്നു. ഞാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതാണ്. ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സദ്യ കഴിക്കാം. സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും കിഴക്കൻ കയറിയേക്കാം. അങ്ങനെ നമ്മുടെ സ്വർഗമായി ഹൈ റേഞ്ചിലോട്ട് കയറി. ഹൈ റേഞ്ചിൻ്റെ ഇതിപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞ് നമ്മൾ ഏലപ്പാറയ്ക്കുള്ള റൂട്ടാണ് കേട്ടോ. നമ്മൾ വീണ്ടും ഹൈ റേഞ്ച് വഴി മല കയറി അടുത്ത ട്രിപ്പിനുള്ള പരിപാടികൾ. നമ്മുടെ ട്രിപ്പുകൾ എല്ലാം ഹൈ റേഞ്ച് വഴിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലോട്ടും പോകും. അതെ, നാട്ടിൽ വന്നാൽ അന്നേരം തന്നെ വീണ്ടും ചൂട് മൂക്കുന്നതുകൊണ്ട് തിരിച്ചു കയറും. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ ഡിസംബർ തീരുന്നിടം വരെ നല്ല തണുപ്പായിരിക്കും. ജനുവരിയൊക്കെ ആയാലേ ഇനി തണുപ്പൊക്കെ ഒന്ന് മാറത്തുള്ളൂ. ജനുവരി ആകുമ്പോൾ പിന്നെ കാറ്റും വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷെ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും താഴോട്ട് ചെന്നാൽ പിന്നെ നിൽക്കാൻ പറ്റത്തുമില്ല, ചൂട്. അയ്യോ, മാർച്ചൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ് താഴെ. അപ്പം നമ്മൾ ഏലപ്പാറ എത്തി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.